ഹായ് ഹായ്, പത്രപാരായണത്തിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ജനുവരി 22 മകരം 6. ഹായ് ഹായ്. അപ്പം മാതൃഭൂമിൻ്റെ പ്രധാന തലക്കെട്ടുകളിലേക്ക് കിടക്കാം. പിറക്കുന്നു വാക്കിൻ്റെ വസന്തോത്സവം, വിളക്ക് കൊളുത്താൻ മോഹൻലാൽ, യൂസഫ് അലി, KR മീര, ജോനാസ് ലൂഷർ. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട തലക്കെട്ട്. 4 ദിവസം 400-ലധികം പ്രതിഭകൾ, സംവാദങ്ങൾ, ഏകാംഗ പ്രഭാഷണങ്ങൾ, കടലാസുകൾ. ഈ അവസരം എനിക്ക് കിട്ടിയ ആദരം മോഹൻലാൽ. പിറക്കുന്നു വാക്കിൻ്റെ വസന്തോത്സവം, വിളക്ക് കൊളുത്തുന്നു. അതാണ് പ്രധാനപ്പെട്ട. പോറ്റിയെ പൂട്ടി ED. പോറ്റിയുടെ 1.3 കോടി സ്വത്ത് ED മരവിപ്പിച്ചു. സംരക്ഷിക്കേണ്ടവർ കൊള്ളക്കാരായി എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അത് വിശദമായിട്ട് ക്ഷേത്രത്തിൻ്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ ശബരിമലയിൽ കൊള്ളക്കാരായി മാറിയെന്ന് ഹൈക്കോടതി പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും വീണ്ടെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ ചൂണ്ടിക്കാട്ടി. വീണ്ടെടുക്കാനായില്ലെങ്കിൽ പ്രതികൾ ശിക്ഷയിൽ രക്ഷപ്പെടും, അതല്ലെങ്കിൽ വ്യക്തമായ കാരണം വേണമെന്ന് കോടതി പറയുന്നുണ്ട്. വായ പൂട്ടി ഖേദം പ്രകടിപ്പിച്ച് സജി ചെറിയാൻ. വായ പൂട്ടിയിട്ടുണ്ട് സജി ചെറിയാൻ്റെ. നമ്മൾ ഈ വാർത്ത തന്നെ ഒരുപാട് പ്രാവശ്യം ഫ്രണ്ട് പേജിൽ ഇരുന്ന് വായിച്ചതാണ്. അപ്പോൾ ഇന്നലെയൊക്കെ അതിനെയൊക്കെ ന്യായീകരിച്ച് എന്തൊക്കെയോ നേതാക്കളുടെ പരാമർശമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ CPM പറഞ്ഞു, തിരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, നിർവേദം ഖേദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, നടപടി വേണമെന്ന് മന്ത്രി സജി. ന്യൂനപക്ഷങ്ങളെ അവഗണിച്ച് വിവാദ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് തീർന്ന പ്രശ്നമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സർക്കാരും നടപടിയെടുക്കുന്നു. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സജി പറഞ്ഞത് സത്യം. സജി പറഞ്ഞ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. രാഷ്ട്രീയക്കാരനായതുകൊണ്ടാകാം ഖേദം പ്രകടിപ്പിച്ചത്. VD സതീശൻ ഞങ്ങളുടെ ചർച്ചാ വിഷയമല്ല. പുകത്തള്ളി പുറത്ത് എന്ന് പറഞ്ഞ് പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്. സർവം ഐക്യം. ലീഗ് ഒഴികെയുള്ള മുസ്ലിം സംഘടനയുമായി ചർച്ച. വെള്ളാപ്പള്ളി സുനിത വില്യംസ് നാസയിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യയിലേക്ക് ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് ഔട്ട്. ICC വേൾഡ് കപ്പ് ഇന്ത്യ ഇൻ്റർനാഷണൽ പകരം സ്കോട്ട്ലാൻഡ് വന്നേക്കും. ഇതുപോലെ ഇന്ത്യയിലേക്ക് കളിക്കാൻ വരുന്നില്ലെങ്കിൽ ബംഗ്ലാദേശിനെ 2020 ക്രിക്കറ്റിൽ നിന്ന് ഒഴിവാക്കാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ബോർഡ് യോഗം തീരുമാനിച്ചു. ദീപകിൻ്റെ ആത്മഹത്യ, ഷിംജിത അറസ്റ്റിൽ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യാ സംഭവത്തിൽ പ്രതി വടകര മുട്ടുങ്ങൽ സ്വദേശിനി ഷിംജിത മുസ്തഫ 35 അറസ്റ്റിൽ. മുൻകൂട്ടി ഓർഡർ ചെയ്തിരിക്കുന്നു. കണ്ണൂർ ചൊവ്വ പതിരപ്പറമ്പിൽ ബിരിയാണിയുടെ ചിത്രം പതിച്ച ഹോട്ടലിൻ്റെ നെയിം ബോർഡിലിരിക്കുന്ന കൊക്ക്. വാർത്ത. സ്മാർട്ട് ക്രിയേഷൻ തൻ്റെ 100 ഗ്രാം സ്വർണ്ണക്കട്ടിയും പിടിച്ചെടുത്തു. സംരക്ഷിക്കേണ്ടവർ കൊള്ളക്കാരായി ഹൈക്കോടതി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഓക്കെ, ബൈ. See you.